1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ ഒരു മിനിറ്റ് എടുത്തോട്ടെ, അതിൻ്റെ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആത്മീയത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അത് 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. അപ്പോൾ ദൈവം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും പിശാച് നമ്മളെ വലച്ചിടുന്ന ഒരു മേഖല, വലച്ച് ഒതുക്കിയിടുന്ന മേഖല, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ അവസ്ഥകൾ, അതിൽ നിന്നൊരു വിടുതൽ, മോചനം, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, അതിൽ തന്നെ നമ്മളെ ഫോക്കസ് ചെയ്ത് ജീവിക്കുവാനായിട്ട്. അപ്പം ഡെയിലി ലൈഫ് ഒരു ക്രിസ്ത്യാനിയുടെ ദിവസം തോറുമുള്ള ജീവിതത്തെ ഒന്ന് പരിശോധിച്ചാൽ സുഖമില്ലാതിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് സൗഖ്യം ലഭിക്കുവാൻ ആവശ്യമുള്ളതാണോ? ആവശ്യമില്ലാത്തതാണെന്ന് ഞാൻ പറയുന്നില്ല, ആവശ്യമുള്ളതാണ്, ഡെഫിനറ്റ്ലി ആവശ്യമുള്ളതാണ്. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന അതിൽ നിന്നൊരു വിടുതൽ ആവശ്യമുണ്ട്. പിന്നെ അനേകമായിരിക്കുന്ന പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദിനം തോറും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊരു വിടുതൽ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു വിടുതൽ എന്ന് പറയുന്നത്, ഞാൻ എന്നെ സാറിന് പറയുന്നത് ഒരു മെയിൻ്റനൻസ് ക്രിസ്ത്യാനിറ്റി എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക, പക്ഷേ ഒരു അഡ്വാൻസിങ് ഇൻ ദ കിങ്ഡം അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ അവകാശമാക്കുന്ന ആ ഒരു മേഖലയിലേക്ക് പലപ്പോഴും നമ്മൾ പ്രവേശിക്കാറില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഒക്യുപ്പൈഡാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിഷയങ്ങളെ, പണ്ട് നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, വിഷയങ്ങൾ ഒഴിഞ്ഞിട്ട് നമുക്കൊന്നുമില്ല എന്ന് പറയാറില്ല. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ പല വിഷയങ്ങളിങ്ങനെ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് വേറൊന്നിനും ഫോക്കസ് ചെയ്യുവാനായിട്ട് സമയമില്ല. അപ്പം നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നതും ഇതിനെ ഫിക്സ് ചെയ്ത് പോകുക. ഇന്ന് അവസാനം 10-100 വയസ്സ് ആകാറാകുമ്പോഴും അല്ലെങ്കിൽ 80-90-100 വയസ്സാകുമ്പോഴും നമ്മളുടെ ജീവിതം എന്താ ഇപ്പോഴും ഫിക്സ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ഫോക്കസ് അതിലായി കഴിഞ്ഞാൽ ഒരു കാലത്തും നമുക്ക് കർത്താവിൻ്റെ രാജ്യത്തിൽ ഒരു ഫലപ്രദമായ ഒരു ജീവിതം നയിക്കാനായിട്ട് കഴിയത്തില്ല. നമ്മൾ എപ്പോഴും ഒരു മെയിൻ്റനൻസ് മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇപ്പം ഒരു ഏത് രാജ്യം എടുത്താലും ആ രാജ്യത്തിൽ ഇൻവെൻഷൻ നടത്തുന്നവരുണ്ട്, പുതിയ പ്രോഡക്ട്സ് കൊണ്ടുവരുന്നവരുണ്ട്. നമ്മൾ അത് വാങ്ങിച്ച് നമ്മുടെ ലൈഫിനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നവരായിട്ട് തീരുന്നുണ്ടോ? അതോ ചിലരുണ്ട്, ആൻട്രപ്രനേഴ്സ് ഉണ്ട്, അവർ പയനിയേഴ്സ്, അവർ പുതിയ ടെറിട്ടറിയിലേക്ക് കടന്നു പോയി പല കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ള ഉണ്ട്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫോക്കസ് ചെയ്ത് പോവുകയാണ്, അവരുടെ ലൈഫ് മെയിൻ്റനൻസിൽ ഫോക്കസ് ചെയ്ത് പോകുമല്ല. അതുകൊണ്ടാണ് അനേക കണ്ടുപിടുത്തങ്ങൾ ഈ ലോകത്തിലുണ്ടായത്, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവരാജ്യത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് അനേക കാര്യങ്ങളുണ്ട്. നമ്മൾ അതിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സമയം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്കതിനൊന്നും സമയമില്ല. കാരണം നമ്മുടെ ലൈഫിൻ്റെ ഡെയിലി മെയിൻ്റനൻസ് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുകയാണ്. നമ്മുടെ വിഷയങ്ങളൊന്ന് ഒതുങ്ങിയിട്ട് നമുക്ക് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം എന്ന് അറിയാമോ, കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവരാജ്യത്തിൽ സഫലന്മാരായി തീരുവാൻ, അതിൽ അഡ്വാൻസ് ചെയ്യുവാൻ, അതിന് ദൈവം തന്നിരിക്കുന്ന ഇതിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ദൈവരാജ്യവും ലോകരാജ്യവും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ലോകരാജ്യം ഡിമാൻഡ് ആൻഡ് സപ്ലൈയും, ദൈവരാജ്യം സോയിങ് ആൻഡ് റീപ്പിങ്ങും ആണെന്ന് പറയാറുണ്ട്, അല്ലേ? ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിമാൻഡ് നമ്മുടെ ജീവിതത്തിൽ വരുന്നു, നമ്മുടെ ജീവിതത്തിൽ ഒരു ആവശ്യം വരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സപ്ലൈ, അത് എവിടെ നിന്ന് കിട്ടും, അത് കണ്ടുപിടിച്ച് നമ്മൾ അതിനെ ഫിക്സ് ചെയ്യുന്നു. അതാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. സോയിങ് ആൻഡ് റീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ എന്താഗ്രഹിക്കുന്നോ അത് വിതയ്ക്കുന്നു, അത് നമ്മൾ കൊയ്യുന്നു.
അപ്പോൾ അതൊരു അഡ്വാൻസ്മെൻ്റ് ആണ്. അതാണ് ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ ലോകരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിളാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, ഒരു ഡിമാൻഡ് വരുമ്പോൾ അതിന് സപ്ലൈ അന്വേഷിക്കുന്നു, അത് നമ്മൾ എവിടുന്ന് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു, അത് എത്തിക്കുന്നു. അപ്പം എന്നും ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇതിലിരിക്കുന്നത്, നമ്മൾ എന്താ വേണ്ടിയത് അത് വിതയ്ക്കുന്നു, എന്നിട്ട് അത് കൊയ്യുന്നു. അതാണ് ദൈവരാജ്യം. ഈ രണ്ട് പ്രിൻസിപ്പിൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. ഇല്ല എങ്കിൽ ഇതൊരു ഒരു പ്രൈമറിയാണ്, ഒരു പ്രിലിമിനറി വിഷയമാണ്, പ്രാരംഭമായൊരു വിഷയമാണ് ദൈവരാജ്യത്തിന്. ഇത് നമ്മൾ ഈ തത്വം, ഈ പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമ്മൾ സാത്താൻ്റെ കെണിയിൽ കുടുങ്ങി നമ്മൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ പ്രിൻസിപ്പിളിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അറിയാതെ നമ്മൾ ബൈ ഡീഫോൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടു പോകുന്ന സ്ഥലം അതാണ്. ഓക്കെ, ഞാനിവിടെ ഈ വാക്യം എടുക്കാനായിട്ടുള്ള കാരണം 4-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. അപ്പോൾ ദൈവസഭയ്ക്ക് കൃപാവരങ്ങൾ കൊടുത്തിട്ടുണ്ട്, ശുശ്രൂഷകൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ് കൃപാവരങ്ങളെ കൊടുത്തിരിക്കുന്നത്. ദൈവവചനത്തിനകത്തിയിട്ടുണ്ട്, ദൈവം വിളിയെക്കുറിച്ചും വരങ്ങളെക്കുറിച്ചും അനുതപിക്കുന്നില്ല, റിപ്പൻറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ കർത്താവ് മാറ്റുന്നില്ല. ദൈവം നമ്മളെ ഒരു കാര്യത്തിനായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് വരവുമുണ്ട്. അത് ദൈവം ഓൾറെഡി വെച്ചിട്ടുണ്ട്. അത് ഒരിക്കലും ദൈവം തിരിച്ചെടുക്കുന്നില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ആർക്കും എനിക്ക് ഇത്രയും പ്രായമായി പോയി, അതിൻ്റെ സമയം കഴിഞ്ഞു പോയി, എനിക്ക് ഈ സത്യങ്ങൾ നേരത്തെ അറിയത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ഇനിയിപ്പം എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ വിളിയോടുള്ള ബന്ധത്തിൽ എന്തൊക്കെ വരങ്ങൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടോ അതെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏത് സമയത്തും നമുക്ക് അതിധൈര്യമായിട്ട് കൃപാസനത്തോട് ഇവിടെ തെസ്സലോനിക്കയിലെ അതിധൈര്യമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാനായിട്ട് ഉള്ള വഴി തുറന്നു കിടപ്പുണ്ട്. നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വീര്യപ്രവർത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. അപ്പം പല കൃപാവരങ്ങളുണ്ട്, ശുശ്രൂഷകളുണ്ട്, വീര്യപ്രവർത്തികളുണ്ട്. നമ്മൾ കുറച്ചും ഈ വിഷയം തന്നെ താഴോട്ട് എഴുതിയിരിക്കുന്നത്, ഇതിലെല്ലാം പ്രവർത്തിക്കുന്ന ആത്മാവൊന്ന്, പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ 7-ാം വാക്യം, ഓരോരുത്തരും ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരു കാര്യം പോലും തന്നിരിക്കുന്നത് എനിക്കിതുണ്ട് എന്ന് അഹങ്കരിക്കാനോ അത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്ന ഇത് കാണിക്കാതെ നമുക്ക് അത് ഉണ്ടെന്ന് അറിയാനായിട്ട് പറ്റത്തില്ല. അതായത് പ്രദർശനം ആക്കാൻ വേണ്ടിയല്ല, ഇത് പൊതുപ്രയോജനത്തിനായിട്ടാണ് ഇത് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് ശുശ്രൂഷകനായിട്ടിരിക്കാൻ കഴിയത്തില്ല. ഒരു പ്രധാനമായിട്ടും ഒരു കർത്താവിൻ്റെ വേലയെ ആഗ്രഹിക്കുന്ന നമ്മളെല്ലാം ഏതെങ്കിലും ഒരു അളവിൽ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് വിളിച്ചവരാണ്. നമ്മൾ ഒരു കർത്താവിൻ്റെ വേല ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം, നമുക്ക് മനുഷ്യരോട് സ്നേഹമുണ്ടായിരിക്കണം. സ്നേഹമില്ലാതെ നമുക്ക് കർത്താവിൻ്റെ വേല ആഗ്രഹിക്കാനായിട്ട് പറ്റത്തില്ല. യോഹന്നാൻ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയും, സഹോദരനെ ഹെയ്റ്റ് ചെയ്യുകയും ചെയ്യുന്നവൻ അല്ലെങ്കിൽ വെറുക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു. കാണുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്ത നിനക്ക് എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുമെന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അല്ലേ. നമുക്ക് അതിലേക്ക് അത് ഇപ്പോൾ പോകുന്നില്ല. പൊതുപ്രയോജനത്തിനായിട്ടാണ് 7-ാം വാക്യം പറയുന്നത്. അടുത്തത്, ഒരുത്തൻ ആത്മാവിനാൽ, ഞാൻ ഇവിടെ 9 കൃപാവരങ്ങളെക്കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനം, മറ്റൊരു ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനം, അത് ജ്ഞാനത്തിൻ്റെ വചനം വേർഡ് ഓഫ് വിസ്ഡം എന്നും മറ്റ് പരിജ്ഞാനത്തിൻ്റെ വചനം വേർഡ് ഓഫ് നോളജ് എന്നുമാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. ഈ 2 കൃപ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഭാവിയെ സംബന്ധിച്ചായിട്ടുള്ള കാര്യങ്ങൾ, ഭാവി സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതാണ് ഒരു വരമെന്ന് പറയുന്നത്. അതാണ് വേർഡ് ഓഫ് വിസ്ഡം എന്ന് പറയുന്നത്, ജ്ഞാനത്തിൻ്റെ വചനം എന്ന് പറയുന്നത്.
പരിജ്ഞാനത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ആ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേർഡ് ഓഫ് നോളജ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച സംഭവങ്ങളെ ദൈവം വെളിപ്പെടുത്തി തരുന്ന ഒരു വരമാണ്. അതായത് അതിൻ്റെ പാസ്റ്റ് അല്ലെങ്കിൽ പ്രസൻറ്റിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സബ്ജക്ട്സ്, വിഷയങ്ങൾ, ചിലരുടെ ജീവിതത്തിലെ ചില വിഷയങ്ങളൊക്കെ ചിലർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. അത് വെളിപ്പെടുത്തി കൊടുക്കുന്നത് അത് വേർഡ് ഓഫ് നോളജാണ്, അല്ലെങ്കിൽ പരിജ്ഞാനത്തിൻ്റെ വചനം. ജ്ഞാനത്തിൻ്റെ വചനം വേർഡ് ഓഫ് വിസ്ഡം, ഫ്യൂച്ചറിസ്റ്റിക് ആണ്. പിന്നെ മറ്റൊരുത്തിന് വീര്യപ്രവർത്തികൾ. അപ്പോൾ വീര്യപ്രവർത്തികൾ എന്ന് പറയുന്ന ഒരു വരമാണ്. അപ്പോൾ ചില ജീവിതങ്ങൾക്ക് അത്ഭുതത്തിൻ്റെ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതായിട്ടുള്ള, അപ്പം വെള്ളം വീഞ്ഞാക്കുക എന്ന് പറയുന്ന ഒരു അത്ഭുത പ്രവൃത്തി അല്ലേ, അടയാളം പോലെ തന്നെ അതൊരു അത്ഭുത പ്രവൃത്തിയുമാണ്. അങ്ങനെ അത്ഭുത പ്രവൃത്തികൾ ചെയ്യാനുള്ള ഒരു ഗിഫ്റ്റ് ഉള്ള ആൾക്കാർ ഉണ്ട്, അതിനായിട്ട് വിളിച്ചവരുണ്ട്, അതിന് ഗിഫ്റ്റ് ഉള്ളവരുണ്ട്. മറ്റൊരു പ്രവചനം എന്ന് പറഞ്ഞാൽ പഴയ നിയമ പ്രവചനവുമായിട്ട് ചില വ്യത്യാസമുണ്ട്. അതായത് ദൈവത്തിൻ്റെ വചനത്താൽ മനുഷ്യരെ മുന്നോട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിന് ഉറപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ പ്രവചനം എന്ന് പറയുന്നത്. അല്ലാതെ ഭാവി പറയുന്നതല്ല, അവൻ്റെ സ്പെസിഫിക് അവൻ്റെ ലൈഫിലെ ഭാവി പറയുന്നതല്ല പ്രവചനമെന്ന് ഈ വരം ഉദ്ദേശിക്കുന്നത്. അത് വേർഡ് ഓഫ് വിസ്ഡമാണ്, അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ വചനമാണ്. നമ്മുടെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ലൈഫിലെ ജീവിതം മുന്നോട്ടുള്ള കാര്യങ്ങളെ വെളിപ്പെടുത്തുന്ന വരമെന്ന് പറയുന്നത്. പ്രവചന വരമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ടുള്ള ദൈവത്തിൻ്റെ ഒരു പ്ലാനുകളെ, അതൊരു ഹോളിസ്റ്റിക് പ്ലാനാണ്. സഭയോടുള്ള ബന്ധത്തിലാവാം, അങ്ങനെ അനേക പ്ലാനുകളെ വെളിപ്പെടുത്തുന്ന ഒരു വരമാണ് പ്രവചന വരം എന്ന് പറയുന്നത്. അത് അതിനകത്ത് ഇത് ഞാൻ ഈ പറയുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന വാക്യങ്ങളുണ്ട്. ഇവർ ദൈവത്തിൻ്റെ അവർ പ്രവാചകന്മാരായതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ വചനത്തെ ഉറപ്പിച്ചു പോകുന്നു. അതായത് വേർഡ് ഓഫ് ഗോഡിൽ കൂടെ അവരെ ഉറപ്പിക്കുന്ന, ഒന്ന് ഭാരപ്പെടേണ്ട, ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, ഉറച്ചു നിൽക്കുക, ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതാണ് പ്രവചനം. വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം എന്ന് പറയുന്നുണ്ട്. പലവിധ ഭാഷകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമത്തത് അന്യഭാഷയല്ല ഇവിടെ പറയുന്നത്. നമ്മളൊരു രാജ്യത്ത് പോകുക അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ അറിയാത്ത ഭാഷ ദൈവം ഗിഫ്റ്റായിട്ട് നമുക്ക് തരുന്ന അനുഭവങ്ങൾ, അനേകരുടെ ജീവിത അനുഭവങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ തരുന്ന ഒരു വരമാണ്. പിന്നെ വ്യാഖ്യാനം എന്ന് പറയുന്നത് അന്യഭാഷയിൽ പറയുന്നതിനെ വ്യാഖ്യാനിക്കുന്നതിനെ കുറിച്ച് താഴോട്ട് എഴുതിയിട്ടുണ്ട്, 14-ാം അധ്യായത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം വ്യാഖ്യാന വരം, ഞാനിത് അധികം നേരെ ഇതിനകത്ത് ഇരുന്നില്ല. വേറൊരു അവസരത്തിൽ ഈ വരങ്ങളെക്കുറിച്ച് കൂടുതൽ സ്പെസിഫിക് ആയിട്ട് സംസാരിക്കുമ്പം ഞാൻ അതിനെക്കുറിച്ച് ഷെയർ ചെയ്യാം. ആ സബ്ജക്റ്റ് അല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. എന്താണ് കൃപാവരങ്ങൾ എന്താണെന്നുള്ളതല്ല. പക്ഷേ ഈ പല വിധമായിരിക്കുന്ന വരങ്ങൾ ദൈവസഭയ്ക്ക് ദൈവം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവ മക്കൾക്ക് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇത് എല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവൻ അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ സ്പെസിഫിക് ആയിരിക്കുന്ന കോളിംഗ് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കത് ആഗ്രഹിക്കാനോ നമുക്കത് പ്രാപിക്കുവാനോ നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ മെയിൻ്റനൻസ് മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ദൈവം എന്തിനാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ സമയമില്ല. കാരണം നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് വേറൊന്നിനും സമയമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ അല്ലേ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറയുവാണ്, ശരീരമൊന്ന്, അതിന് അവയവം പലതും. ശരീരത്തിന് അവയവം പലതായിരിക്കുന്ന എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും. യഹൂദനോ യവനനോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റ് എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. ശരീരം ഒരു അവയവമല്ല, പലതത്രേ. ഞാൻ കൈ അല്ലായ്ക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണല്ലായിക്കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളത് എന്ന് വരികയില്ല. ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ? മുഴുവൻ ശ്രവണമായാൽ ഘ്രാണം എവിടെ? ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. സകലവും ഒരു അവയവമെങ്കിൽ ശരീരം എവിടെ? എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്നു തന്നെ. കണ്ണിന് കൈയോട് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്നത് അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളതാകുന്നു.
അതിങ്ങനെ താഴെട്ടുണ്ട്. നമ്മിൽ 25-ാം വാക്യം, ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ മറ്റവയവങ്ങളൊക്കെയും കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടി സന്തോഷിക്കുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരം ഓരോരുത്തരും വെവ്വേറെയായ അവയവങ്ങളും ആകുന്നു. എന്നിട്ടാണ് അടുത്തത് വരങ്ങൾ കഴിഞ്ഞ് ശുശ്രൂഷകളെ കുറിച്ച്. സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാ വരം എന്നിവ നൽകുകയും ചെയ്യുന്നു. എല്ലാവരും അപ്പോസ്തലന്മാരാണോ? അല്ല. എല്ലാവരും പ്രവാചകന്മാരാണോ? എല്ലാവരും ഉപദേഷ്ടാക്കന്മാരാണോ? എല്ലാവരും വീര്യപ്രവർത്തികൾ ചെയ്യുന്നുവോ? എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരങ്ങളുണ്ടോ? എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നു. അത് അവിടെ എഴുതിയിരിക്കുന്നത് വിത്ത് ടങ്സ് എന്നും പലവിധ ഭാഷാപരം എന്നുള്ള മേളിൽ എഴുതിയിരിക്കുന്ന ആ ഭാഷകളെ, അല്ലാതെ എല്ലാവരും അൺനോൺ ടങ്സിൽ സംസാരിക്കുന്ന രീതിയിലല്ല എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുമ്പോൾ വിത്ത് ടങ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. എല്ലാവരും വ്യാഖ്യാനിക്കുന്നുണ്ടോ? ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീൻ, ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പം ഈ വരങ്ങളുടെ കാര്യങ്ങളും വീര്യപ്രവർത്തികളുടെ കാര്യങ്ങളും എഴുതിയിട്ട് ശരീരത്തിൻ്റെ കാര്യം അവിടെ തന്നെ കൊണ്ട് എഴുതിയിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ നമ്മൾ കേട്ടതുപോലെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാപ്രവാചകന്റെ പുസ്തകം പറഞ്ഞാൽ, അവൻ കണ്ണുകൊണ്ട് കാണുന്ന പോലെയും കണ്ണുകൊണ്ട് കാണുന്ന പോലെ വിധിക്കുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്ന പോലെ ന്യായപാലനം ചെയ്യുകയില്ല. യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. ജ്ഞാനത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ്. അപ്പൊ ആത്മാവിനാലാണ് വിവേചിക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഈ കൃപാവരങ്ങൾ വ്യാപരിക്കുമ്പോഴും വീര്യപ്രവൃത്തികൾ വ്യാപരിക്കുമ്പോഴും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവരും അത് ചെയ്യുന്നില്ല, എന്നാൽ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ചെയ്യുന്നവർ ചെയ്യാത്തവരെയും ചെയ്യുന്നവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിധിക്കുവാനോ അത് അവയവത്തിൻ്റെ ഭാഗമല്ല എന്ന് പറയുവാനോ പാടില്ല. അതായത് ദൈവമാണ് ഇതിനെല്ലാം കൂട്ടിവരുത്തിയിരിക്കുന്നത്. എല്ലാ കണ്ണല്ല, എല്ലാം ചെവിയല്ല, എല്ലാം മൂക്കല്ല, എല്ലാം വായല്ല. അപ്പോൾ ഓരോ അവയവങ്ങളും വ്യത്യസ്തതയുള്ളതാണ്. എല്ലാം കണ്ണാണെങ്കിൽ ശ്രവണം എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കാൻ, എനിക്കൊരു ശൈലിയുണ്ട്, ഞാൻ ശുശ്രൂഷിക്കുന്ന ഒരു രീതിയുണ്ട്, എനിക്ക് തന്നിരിക്കുന്ന വരമുണ്ട്, എനിക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള ഗിഫ്റ്റുകളുണ്ട്, ഒരു വേലയുണ്ട്. അപ്പം ഞാൻ എല്ലാവരെയും നോക്കിയിട്ട് നിങ്ങളെല്ലാവരും എന്നെപ്പോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ സഭ മുഴുവൻ കണ്ണാം. ഒരിക്കലും അങ്ങനെയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. വിഭിന്നമായിരിക്കുന്ന അവയവങ്ങൾ കൊണ്ടാണ് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നത്. അത് ആഗോള വ്യാപകമായിരിക്കുന്ന സഭയായിക്കോട്ടെ, നമ്മളായിരിക്കുന്ന കുടിവരവായിക്കോട്ടെ, ഇത് ഏത് രീതിയിൽ എടുത്താലും ദൈവം വ്യത്യസ്തമായ വരങ്ങളും കൃപകളും ശുശ്രൂഷകളും കൊടുത്താണ് ഒരു കൂട്ടത്തെ ആക്കി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവസഭയെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വ്യത്യാസത്തെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പലപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ ചൂണ്ടുന്നവരായി തീരാനിടയാകും. നമ്മൾ നേരത്തെ കേട്ടു, നമ്മൾക്കറിയാവുന്നതിനെയും അറിയുന്നതിനെയും എല്ലാം നമ്മൾ അറിയാതെ വിധിക്കുന്നവരായി തീരാറുണ്ട് എന്ന് നമ്മൾ കേട്ടല്ലോ. അത് സത്യമാണ്. ക്രിസ്തീയ ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ജോലി എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വിധിക്കലാണ്. ദൈവവചനം ശുശ്രൂഷിക്കലല്ല ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഒരു ദൈവമക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ദൈവദാസന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചെയ്യുന്ന പ്രവൃത്തികളെ ഇവർ ചെയ്യുന്ന പ്രവൃത്തികളെയും വിധിക്കലാണ്. പ്രത്യേകം ഞാൻ അധികം വീഡിയോകൾ ആര് ചെയ്യുന്നതൊന്നും കാണാതിരിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം അറിയാതെ വിധിക്കാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം വിധിക്കുന്ന സ്വഭാവം നമുക്ക് എല്ലാവർക്കും അൺഫോർച്ചുനേറ്റ്ലി ഉണ്ട്. അത് ഒരു പിശാചിൻ്റെയാണ്. സഹോദരന്മാരെ രാപ്പകൽ കുറ്റം പറയുന്നത് പിശാചിൻ്റെ ജോലിയാണെന്ന് ബൈബിൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ അങ്ങനെ കാണാറേ ഇല്ല. പരമാവധി എനിക്കെന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യത്തിനകത്ത് സംശയം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആരെങ്കിലും വ്യക്തതയോടുകൂടി സംസാരിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി അല്ലാതെ ഞാൻ പോയി ആരും പ്രസംഗിക്കുന്ന വീഡിയോകൾ കാണാറില്ല. അതിനുവേണ്ടി സമയം ചെലവഴിക്കാറില്ല. അതിനെക്കാട്ടിൽ കൂടുതൽ സമയം ദൈവവചനം വായിക്കാനായിട്ട്. എന്നുവെച്ചാൽ ഞാൻ പറയുന്നത് നമുക്ക് ടീച്ചേഴ്സ് വേണ്ട എന്നല്ല, നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ കാണരുതെന്നല്ല. അത് ഒരിക്കലും നമ്മൾ വിധിക്കുന്നതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് റൈറ്റ് ദെയർ, കട്ട് ഓഫ് ദ വീഡിയോ റൈറ്റ് ദെയർ ആൻഡ് ഡോണ്ട് ഈവൻ വാച്ച് ഇറ്റ്. നിർത്ത്. എന്തിന്? കാരണം
നമ്മുടെ ബുദ്ധിക്ക് എത്താത്ത വൻ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവില്ല. ദൈവവചനത്തിന്റെ കാര്യം എടുത്താൽ പോലും നമ്മൾക്ക് അറിയുന്നതിനെക്കാട്ടിലും കൂടുതൽ അറിയാത്ത കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. നമ്മൾ അനേക സത്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുവാണ്. ആ അറിയാത്ത മേഖലകളിലുള്ളത് ഒക്കെ നമുക്ക് വിധിക്കാൻ എളുപ്പമാണ്. കാരണം നമ്മൾ എപ്പോഴും വിധിക്കുമ്പോൾ നമ്മുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിലേ വിധിക്കുകയുള്ളൂ, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ കർത്താവ് അതിനെ ആ വിഷയത്തുള്ള ബന്ധത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. കൃപാവരങ്ങളുണ്ട്, ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്ത് സൂക്ഷിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ശരീരത്തിൽ ഭിന്നത വരാൻ എളുപ്പമാണ്. കാരണം എന്തെന്നറിയാമോ? നമ്മൾ കണ്ണാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കുവാണെങ്കിൽ മൂക്ക് പറയും അതല്ല, ഞാനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം വാ പറയും അല്ല ഞാനാണ്. അതായത് ആഹാരം കഴിച്ചില്ല, കുറെ കാലം ആഹാരം കഴിച്ചില്ല, വാങ്ങ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ചത്തുപോകും. പക്ഷെ മൂക്കാണെങ്കിൽ ശ്വസിക്കാതിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ ചത്തുപോകും, അല്ലേ? കണ്ണ് കാണാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ദോഷമുണ്ട്. ചെവി കേൾക്കാതിരുന്നാൽ എല്ലാം നമ്മുടെ അവയവങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എല്ലാം അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങളും കുഴപ്പങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാ അവയവങ്ങളെയും ദൈവം യുക്തമായിട്ട് ചേർത്താണ് ദൈവസഭയ്ക്കിട്ടിരിക്കുന്നത്. അതിനകത്ത് കൃപാവരങ്ങളുണ്ട്, ശുശ്രൂഷകളുണ്ട്, വീര്യപ്രവർത്തികളുണ്ട്. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്, അല്ലേ? നമ്മൾ ഞാനിപ്പോൾ ഇവിടെ പേത്ത് പോകുന്നത് നിങ്ങൾ സമയമെടുത്ത് കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം വായിച്ചു നോക്കണം, അല്ലേ? 12-ാം അധ്യായത്തിൽ ഇതെല്ലാം എഴുതിയിട്ട് പറയുവാണ്, ഞാൻ ഇതൊക്കെ ശരിയാണ്, ഞാനൊരു അതിശ്രേഷ്ഠമായൊരു വഴി കാണിച്ചു തരാം, മാർഗം കാണിച്ചു തരാം എന്നാണ് പറഞ്ഞത്, അല്ലേ? എല്ലാവരും വ്യാഖ്യാനിക്കുന്നു, ശ്രേഷ്ഠവരങ്ങൾ വാഞ്ചിപ്പീൻ, ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റിയിലേക്ക് വരാൻ. കാരണം വിഭിന്നമായ രീതിയിൽ ദൈവം വരങ്ങളെ ഓരോരുത്തർ കൊടുത്തിരിക്കുമ്പോൾ ഞാനിവിടെ നോക്കുമ്പോൾ വേറൊരാൾ ശുശ്രൂഷിക്കുന്ന എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അയാൾ വീര്യപ്രവർത്തികൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അയാൾ പ്രവചനം വരത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു, വേറൊരാളെ വ്യാഖ്യാനിക്കുന്നു, വേറൊരാളെ രോഗശാന്തി വരം നടക്കുന്നു. അങ്ങനെ പല കാര്യങ്ങൾ നടക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ അല്ല അത് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഇത് വരുമ്പോൾ കർത്താവ് പറയാണ്, ഇങ്ങനെയാണ് ഞാൻ ശരീരത്തെ ഇട്ടിരിക്കുന്നത്, വിഭിന്നമായ വ്യത്യസ്തതയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് കണ്ണുകൊണ്ട് കാണുന്നത് പോലെയും ചെവി കൊണ്ട് കേൾക്കുന്ന പോലെയും വിധിക്കാൻ ഇടവരുത്തരുത്. അതിന് പകരം ഞാൻ അതിനുള്ളൊരു വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇത് ഒന്നാമത് ഈ കൊരിന്ത്യർ ലേഖനമൊക്കെ അപ്പോസ്തലൻ എഴുതുമ്പോണ്ടല്ലോ ഈ അധ്യായങ്ങളും വാക്യങ്ങളും ഇട്ടൊന്നും അല്ല എഴുതിയത്, ഒരൊറ്റ ലെറ്ററായിട്ടാണ് എഴുതിയത്, അല്ലേ? അപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് 13-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പറയുന്നത് മുഴുവൻ ഒറ്റ വിഷയത്തെക്കുറിച്ചാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ മറ്റുള്ളവരെ കാണുമ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ രീതിയിലല്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് അവരെ റിജക്റ്റ് ചെയ്യാൻ, അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഞാനിങ്ങനെ എൻ്റെ ക്രിസ്തീയ ജീവിതം എടുത്തു നോക്കുമ്പോഴല്ലോ, ഈ കർത്താവായ യേശുവിനെ അറിഞ്ഞ് ദൈവവചന സത്യങ്ങൾ ഗ്രഹിച്ച് തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഉണ്ടല്ലോ എത്ര കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചത് അതങ്ങനെ അല്ലാന്ന് തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. കാരണം ദൈവത്തിൻ്റെ വചനം നമ്മളെ അന്നത്തെ നമ്മുടെ കാഴ്ചപ്പാടിനും നമ്മുടെ ചിന്താഗതികൾക്ക് ഒത്തവണ്ണമാണ് നമ്മൾ പലപ്പോഴും ദൈവവചനത്തെ വ്യാഖ്യാനിക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ തിരുത്തപ്പെടലിന് തയ്യാറാകുന്നില്ലെങ്കിൽ, റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞാൽ തിരുത്തപ്പെടൽ എന്നാണ് ഒരർത്ഥം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ മനസ്സിന് അന്തരം വരുത്തുക, മനസ്സിന് ഒരു ചേഞ്ച് വരിക, മറ്റനോയ മനസ്സിനൊരു ചേഞ്ച് വരുത്തുക, ചിന്തിക്കുന്ന രീതിക്ക് വ്യത്യാസം വരുത്തുക എന്നാണ് മാനസാന്തരം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. ചിന്തിക്കുന്ന രീതിക്ക് വ്യത്യാസം വരുത്തുക, മറ്റൊരു രീതിയിൽ ചിന്തിക്കുക, അതാണ്. അപ്പോൾ ദിനംതോറും മാനസാന്തരമുണ്ട്. ദൈവത്തിൻ്റെ വചനം അതിൻ്റെ സത്യങ്ങളെ ദിനംതോറും നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് വരുത്തണം നമ്മുടെ ചിന്താഗതിക്ക്. ഇനി കോഴ്സ് കറക്ഷൻ എന്ന് പറയാറുണ്ട്, അല്ലേ? അതായത് പണ്ട് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടുന്ന് ചന്ദ്രനിലേക്ക് റോക്കറ്റ് പോയപ്പോൾ അവരുടെ ടാർഗറ്റ് ചെയ്തിരുന്ന ഒരു 5000 മൈൽ റേഡിയസിനകത്തേക്ക് പോകാനായിട്ടാണ്. പക്ഷേ പോയി മുന്നോട്ട് പോയി അവർ മനസ്സിലായി അവർ വ്യക്തമായി വേറൊരു ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ കറക്റ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ പലവട്ടം കറക്റ്റ് ചെയ്താണ് അവർ ഉദ്ദേശിക്കുന്ന 5000 മൈൽ റേഡിയസിനകത്ത് അവർക്ക് ലാൻഡ് ചെയ്യാനായിട്ട് പറ്റിയത്. ബെയർലി ലാൻഡ് ചെയ്തതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, ക്രിസ്തീയ ജീവിതത്തിൽ ദിനംതോറും ദൈവവചനത്താൽ കോഴ്സ് കറക്ഷൻ അല്ലെങ്കിൽ ചിന്താഗതിക്ക് ചേഞ്ച് വരുത്തുന്നില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല ദൈവരാജ്യത്തിന്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ അത് ദൈവത്തിൻ്റെ
എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തിരുവനന്തപുരത്തെ വീട്ടിൽ ഇവിടുന്ന് ദുബായിൽ നിന്നാണ് തോന്നുന്നു, ദുബായിൽ നിന്ന് അവധിക്ക് പോയ സമയത്ത്, ദുബായിൽ നിന്ന് അവധിക്ക് പോയി അവിടെ ഇരുന്ന സമയത്ത് അവിടെ പൈപ്പ് നന്നാക്കാൻ അങ്ങാണ്ടായിട്ട് ഒരാൾ വന്നു. അയാളൊരു വിശ്വാസിയാണ്. പുള്ളിക്കാരൻ അദ്ദേഹം വന്നിട്ട് അന്ന് കുറേ കാര്യങ്ങൾ, അദ്ദേഹം വേറെ മെയിൻ സ്ട്രീം ക്രിസ്തീയ പെന്തക്കോസ്റ്റ് കൂട്ടായ്മകളുമായിട്ടൊന്നും ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ അദ്ദേഹം വന്നിട്ട് അന്ന് എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ പഴയ പെന്തക്കോസ്റ്റ് വീര്യത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിനെ ഒന്നും ഞാൻ അംഗീകരിക്കുക മാത്രമല്ല, വളരെ അല്പം മോശമായിട്ടാണ് അദ്ദേഹത്തോട് സംസാരിക്കുക പോലും ഞാൻ ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷം ദൈവവചനത്തിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. അദ്ദേഹം അന്ന് പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നു. പക്ഷെ എനിക്കറിയത്തില്ല, ദൈവവചനം പ്രോപ്പറായിട്ട് അറിയാൻ മേലാത്തത് കൊണ്ട് അന്ന് എന്ത് ചെയ്തു, അന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന അദ്ദേഹം പറയുന്നത് മുഴുവൻ ദുരുപദേശവും ഞാൻ വിശ്വസിക്കുന്ന മുഴുവൻ സത്യവും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ കാലങ്ങൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം പറഞ്ഞതായിരുന്നു വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സത്യം. ഞാൻ ഏതോ മതത്തിന്റെ ഇതിൽ പെട്ട് എൻ്റെ ചിന്താഗതി, അന്നത്തെ പഠിപ്പിച്ച ചിന്താഗതികളൊക്കെ വെച്ചിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പം നമ്മുടെ അടുത്ത് ചില ആൾക്കാർ വന്ന് എന്തെങ്കിലും പറയുവാണെങ്കിൽ അശേഷം എടുത്ത് തള്ളിക്കളയാതെ, കണ്ണുകൊണ്ട് കാണുന്നത് പോലെയും ചെവി കൊണ്ട് കേൾക്കുന്ന പോലെയും ന്യായപാലനം ചെയ്യാതെ, വിധിക്കാതെ നമ്മുടെ സൈഡിൽ മാറ്റി വെച്ചിട്ട്, ദൈവമേ അത് അപ്രകാരം തന്നെയോ എന്ന് വചനത്തിലൊന്ന് പരിശോധിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ പറഞ്ഞതുപോലെ കൃപാവരങ്ങൾ, അല്ലെങ്കിൽ മറ്റു ഒരു ശുശ്രൂഷ കാണുമ്പോൾ, വേറൊരാളിൻ്റെ ശുശ്രൂഷ കാണുമ്പോൾ നമുക്ക് വിധിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ ചെയ്യുന്നത് പോലെ അല്ല, നമ്മൾ ചിന്തിച്ച രീതിയിലല്ല, നമ്മൾ വിചാരിച്ചു വെച്ച രീതിയിലല്ല. അപ്പൊ പെട്ടെന്നൊരു ശുശ്രൂഷ കാണുമ്പം അത് ഒരിക്കലും ഒരു കാര്യം, വളരെ അപകടകരമായ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, ഒരിക്കലും അറിയാതെ പോലും നമ്മൾ ഒരു ശുശ്രൂഷക്കാരെ അങ്ങ് ദുഷിക്കാൻ ഇടവരരുത്. എന്നാ കാര്യം അറിയാമോ? നമുക്കറിയാത്തില്ല അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ചെയ്യുന്നതാണെങ്കിൽ. കാരണം കർത്താവായ യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കുകയും അത്ഭുത പ്രവൃത്തികളൊക്കെ ചെയ്യുകയും ചെയ്തപ്പോൾ ഉണ്ടല്ലോ, അവർ പറഞ്ഞു പിശാചിനെ കൊണ്ടാന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു പരിശുദ്ധാത്മാവിനെതിരെ പറയുന്ന ദൂഷണം ഞാൻ ഒരു നാളും ക്ഷമിക്കത്തില്ലെന്നാണ് പറഞ്ഞത്, അല്ലേ? അപ്പം അറിയാതെ പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്യുന്നതെങ്കിലുണ്ടല്ലോ, നമ്മൾ അറിയാത്തത് ദൂഷണം പറഞ്ഞാൽ അത്, എനിക്ക് അതിനെക്കുറിച്ച് ഒത്തിരി അറിയത്തില്ല, പക്ഷേ എങ്കിലുണ്ടല്ലോ വചനം പറയുന്നത് ക്ഷമിക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അറിയാൻ മേലാത്ത കാര്യത്തെക്കുറിച്ച് ഒരിക്കലും നമ്മൾ പറയാൻ പോകരുത്. വളരെ വ്യക്തമായ ഉറപ്പും ധൈര്യമുള്ള കാര്യങ്ങളെ നമ്മൾ പറയാനായിട്ടിട വരാവും. അതിനകത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ കൂടെ നമുക്കിത് കാണാൻ സാധിച്ചാൽ, ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസിന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ചിലർ നാട്യമായിട്ടായിക്കോട്ടെ, ചിലർ അസൂയ നിമിത്തമായിക്കോട്ടെ, എന്ത് ആയിക്കോട്ടെ, ദൈവത്തിന്റെ വചനമല്ലയോ പ്രസംഗിക്കുന്നത്, അവർ പ്രസംഗിക്കട്ടെ. മറ്റൊരുത്തന്റെ ദാസനെ വിധിക്കുവാൻ നീ ആര് എന്ന് പറയുന്നുണ്ട്. എൻ്റെ ദാസനല്ല കർത്താവിന്റെ വേലക്കാരും, അത് ദൈവത്തിന്റെ ദാസന്മാരാണ്. അവരെ ദൈവം കൈകാര്യം ചെയ്തോളും. ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ, അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ദൈവം കൈകാര്യം ചെയ്തോളും. ആ ജോലി നമ്മളെ ഏൽപ്പിച്ചിട്ടേ ഇല്ല. നമ്മൾ ഇൻസ്പെക്ടേഴ്സ് അല്ല, നമ്മൾ ഗ്രഹവിചാരകന്മാരാണ്. നമ്മൾ ആ ബോധ്യം ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നതിന് താല്പര്യം എന്ന് പറയും, ഇത് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, വീര്യപ്രവർത്തികളിൽ വ്യത്യാസമുണ്ട്, കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇതെല്ലാം ഒരു ശരീരത്തിനകത്ത് പല അവയവങ്ങളെപ്പോലെ ദൈവം ഇട്ടിരിക്കുവാണ്. നമ്മൾ അതല്ലാത്തത് കൊണ്ട് അത് ഇതിൻ്റെ ഭാഗമല്ലെന്ന് ഒരിക്കലും പറയരുത്. വ്യത്യസ്തമായതാണ്, വെവ്വേറെയായിട്ടിട്ടിരിക്കുവാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അതിന് ആൻസറാണ് 13 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാനത് നിങ്ങൾ വായിച്ചു നോക്കുക, ഞാൻ അതിനുവേണ്ടി സമയമെടുക്കുന്നില്ല. സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ? സ്നേഹത്തിന്. എന്നിട്ട് 14 അധ്യായത്തിന് 1 വാക്യത്തിലേക്ക് പോകുമ്പോൾ പറയുന്ന ഒരു കാര്യം ഇതാണ്. സ്നേഹം എന്തോ എഴുതിയിരിക്കുന്നത്, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മിക വരങ്ങളും വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പീൻ. എന്നിട്ട് താഴോട്ട് അന്യഭാഷയെക്കുറിച്ചും കൃപാവരങ്ങളുടെ റൈറ്റ്ഫുൾ ആയിട്ടുള്ള യൂസേജിനെ കുറിച്ചും ഒക്കെ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചൊക്കെ, ഞാൻ അതിലേക്ക് ഇന്ന് പ്രവേശിക്കുന്നില്ല. ഞാൻ ഇന്ന് പ്രധാനമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിച്ച വിഷയം ഇതാണ്. ഒന്ന്, നമ്മൾ മെയിൻ്റനൻസ് മോഡിൽ നിന്ന് പുറത്തു വരിക, ഡിമാൻഡ് ആൻഡ് സപ്ലൈ പ്രിൻസിപ്പിളിൽ നിന്ന് സോയിങ് ആൻഡ് റീപ്പിങ്ങിലേക്ക് പ്രിൻസിപ്പിൾ. അതാണ് ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് മനസ്സിലാക്കുക. ദൈവരാജ്യത്തിൽ നമ്മൾ എന്നും പ്രശ്നങ്ങളെ അതിജീവിച്ച്
പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത് വിഷയങ്ങളെ അതിജീവിച്ച് അങ്ങനെ പോകുന്ന മോഡിൽ നിന്ന് നമ്മൾ എന്നെ വിളിച്ചിരിക്കുന്ന ഏത് വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയെ വിളിച്ചിരിക്കുന്ന വിളിയുണ്ട്. ആ വിളിയോടുള്ള ബന്ധത്തിൽ വരങ്ങളുണ്ട്. അപ്പോൾ ആ കൃപാവരങ്ങൾ ദൈവസഭയിൽ തന്നിട്ടുണ്ട്, വീര്യപ്രവൃത്തികൾ ദൈവസഭയിൽ തന്നിട്ടുണ്ട്. ഇത് കുറച്ച് പേർക്ക്, ചില സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതല്ല. കൃപാവരങ്ങളുണ്ട്, വീര്യപ്രവൃത്തികളുണ്ട്, ശുശ്രൂഷകളുണ്ട്. ശുശ്രൂഷകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പ്രധാനപ്പെട്ട ശുശ്രൂഷകളെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്ന 1-2 കാര്യങ്ങൾ നമ്മൾ വായിച്ചല്ലോ. അതായത് അപ്പോസ്തലന്മാരെ നമുക്ക് 5 അറിയാം. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, സുവിശേഷകർ. ഇവിടെ എഴുതിയിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് വീര്യപ്രവർത്തികളുടെ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, രോഗശാന്തി വരം ലഭിച്ച് അത് ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, സഹായം ചെയ്യാനുള്ള വരം, അതൊരു ശുശ്രൂഷയാണ്. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത് അതും ദൈവരാജ്യത്തിലെ ഒരു ശുശ്രൂഷയാണ്. അതിനും ദൈവം ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. പരിപാലന വരം, അത് പാസ്റ്റർഷിപ്പാണ് പരിപാലന വരം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇടയൻ പരിപാലനം, വിവിധ ഭാഷാവരം, പലവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള ഗിഫ്റ്റ്, അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാം ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ കോളിംഗ് ഉണ്ട്. അപ്പം നമ്മുടെ ഒരു ഉത്തരവാദിത്വം ഉണ്ട്. നമ്മൾ ഈ മറ്റുള്ളവർ അത് ചെയ്യുന്നു ഇതെന്ത് ചെയ്യുന്നു എന്നുള്ളത് പരിപാടി കംപ്ലീറ്റ് ആയിട്ട് വിട്ടിട്ടില്ല. എന്നെ വിളിച്ചിരിക്കുന്ന എന്തിനാ? ഇങ്ങനെ പണ്ടൊരിക്കൽ ഞങ്ങളുടെ അവിടെ തിരുവനന്തപുരത്തായിരുന്ന ദൈവസഭയിലെ ഒരു കർത്താവിൻ്റെ ദാസം വന്നപ്പോഴത്തേനും അദ്ദേഹത്തോടൊരു വ്യക്തി ചോദിച്ചു. അന്ന് ചെന്നൈയിൽ ഉള്ള മദ്രാസിലുള്ള DGS ദിനകരൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അദ്ദേഹത്തെ ആരും അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല. ചില വിഭാഗങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പെന്തക്കോസ്റ്റലായിട്ടുള്ള എല്ലാ ആൾക്കാരും ഒന്നും അംഗീകരിക്കാതിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, പാസ്റ്റർ, ദിനകരനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്തോ ആണ്? അദ്ദേഹം പറഞ്ഞു, ദിനകരൻ എന്നെ കർത്താവിൻ്റെ വേലക്കാരൻ, അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത്, അദ്ദേഹം ചെയ്യുന്നു, അദ്ദേഹം കർത്താവിൻ്റെ വേല ചെയ്ത ഒടുവിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടും. ഞാൻ എന്നെ വിളിച്ചിരിക്കുന്ന വേലയിലേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദിനകരൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കലല്ല എൻ്റെ ജോലി. അന്ന് പറഞ്ഞത് എൻ്റെ ഉള്ളിൽ അന്ന് കയറിയത് ഞാൻ പറയാൻ പറ്റില്ല. അതിനുശേഷം ഞാൻ ഉണ്ടല്ലോ പരമാവധി വിധിച്ചിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, അറിവില്ലായ്മ ഇഷ്ടം പോലെ വിധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ചിലപ്പോൾ അറിയാതൊക്കെ വരാം. പക്ഷേ പരമാവധി മറ്റുള്ള ഏതൊരു കർത്താവിൻ്റെ വേലക്കാരൻ എനിക്ക് അറിഞ്ഞാവുന്നത് അറിയാത്തതുകൊണ്ടല്ല വിധിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. കാരണം എൻ്റെ ജോലിയല്ല, എനിക്ക് തന്നിരിക്കുന്ന വേറൊരു ജോലിയുണ്ട്. അത് കളഞ്ഞേച്ചാൽ ഞാൻ ഇതിൻ്റെ പുറകെ പോയേക്കുന്നത്. എനിക്കിതിനൊന്നും പ്രതിഫലമില്ല. അവിടെ ചെല്ലുമ്പോഴത്തേനുണ്ടല്ലോ, കർത്താവെ, ഞാൻ ആ ദൈവദാസൻ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ ആൾക്കാരുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞു, ഈ ദൈവദാസൻ പറഞ്ഞതിനെല്ലാം ഞാൻ ആൾക്കാരുടെ മുന്നിൽ നിരത്തി കൊടുത്തു. കർത്താവ് പറയുമ്പോഴത്തേനും ഞാൻ നിന്നെ അതിനായിട്ടല്ല വിളിച്ചത്. വലിയ വൈക്കോലും കൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ പോകുന്നത്, എല്ലാം കത്തിപ്പോവും, പ്രവൃത്തികളെല്ലാം കത്തിപ്പോവും. കർത്താവ് എന്നെ വിളിച്ച പ്രവൃത്തി ചെയ്താലോ അത് ചിലപ്പോൾ ആരുടെ നല്ല 2 കാര്യം പറയാനായിരിക്കും. ഒന്ന്, ആൾക്കാരെ സ്നേഹത്തിൽ മറ്റുള്ളവർക്കൊരു കൈത്താങ്ങൽ കൊടുക്കാനായിരിക്കാം. അത് ചെയ്താൽ അതിനെല്ലാം പ്രതിഫലമുണ്ട്. മറ്റൊന്നും യാതൊരു പ്രതിഫലവും ഇല്ല, വേസ്റ്റായി പോകും. അതായത് പണ്ട് പറഞ്ഞതുപോലെ, യഹോവ വീട് പണിയുന്നെങ്കിൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു, പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു എന്ന് പറയുന്നത് പോലെ, കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ലാത്തത് ചെയ്താൽ നമ്മൾ വെറുതെ ചെയ്യുന്നു. നമ്മുടെ സമയം വേസ്റ്റ്, ടൈം വേസ്റ്റ്, എനർജി വേസ്റ്റ്, മണി വേസ്റ്റ്, എല്ലാം വേസ്റ്റ്. നേരെ മറിച്ച് കർത്താവ് ചെയ്തത് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ഒരു വേസ്റ്റും ഇല്ല. അത് അല്പമേ കാണത്തുള്ളൂ. അതിനകത്ത് സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്, സന്തുഷ്ടി ഉണ്ടാകും, തൃപ്തി ഉണ്ടാകും, നമുക്ക് ഒരു തലവേദന ഉണ്ടാകത്തില്ല. നമ്മൾ മറ്റുള്ളവരെയൊക്കെ നോക്കുമ്പോഴത്തേനാണ് നമ്മുടെ തലവേദന കൂടുന്നത്. ശരിയല്ലേ? നമുക്ക് തന്നെ ഭാരിച്ചതായിരിക്കുന്ന ചുമതലകൾ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ശ്രേഷ്ഠമേറിയ കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട്. അതുകൊണ്ട് പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, ഈ ബോധ്യം നമ്മുടെ ഉള്ളത്തിലേക്ക് ആഴത്തിലിറങ്ങട്ടെ. ഇന്ന് തുടക്കത്തിൽ അത് പറഞ്ഞപ്പോൾ നല്ലൊരു വാക്യമാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിനകത്ത് എഴുതിയ വാക്യം. കർത്താവായ യേശുവിൻ്റെ ദൈവത്തിൻ്റെ രീതി അവിടെ പറഞ്ഞത്, അത് കണ്ണുകൊണ്ട് കാണുന്ന പോലെയും ചെവി കൊണ്ട് കേൾക്കുന്ന പോലെയും വിധിക്കത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും ആത്മാവിൻ്റെ പരിജ്ഞാനത്തിലുമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ ബോധ്യത്തോടുകൂടെ നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കാം. ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി സബലന്മാരായി തീരുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനമുള്ള മക്കളായി തീരുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം.
കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ സ്തോത്രം. സ്വർഗീയ പിതാവെ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധി ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. കർത്താവെ, അറിവില്ലായ്മയിൽ അറിവിലുമൊക്കെ ആയിട്ടും ഞങ്ങൾ അനേക തവണ അനേക ശുശ്രൂഷകളെ അനേക ആൾക്കാരെ വിധിച്ചവരായി തീർന്നിട്ടുണ്ട്. കർത്താവെ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കണക്കിടാതെ, കർത്താവെ, ആ വിതച്ചതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ കൊയ്യാനിടവരാതെ അങ്ങയുടെ രക്തത്താൽ അത് തളിക്കപ്പെട്ട് അതിനെ ഇല്ലായ്മ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പോൾ ഞങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ചെയ്തൊക്കെ നിലനിൽക്കുന്നതായി തീരുവാൻ അതിൻ്റെ ഫലം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ തക്കണം ഇടയാകട്ടെ. മുന്നോട്ട് ഞങ്ങൾ ക്രിസ്തുയേശുവിൽ ദൃഷ്ടി വെച്ച് കർത്താവിൽ ഏകാഗ്രതയോടുകൂടെ അങ്ങയുടെ മുഖത്തേക്ക് മാത്രം വിശ്വസ്തയോടെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ, ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവിനാൽ പഠിക്കുവാൻ, അഭ്യസിക്കുവാൻ കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കുമാറാകണമേ. അതിനായിട്ട് തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടുന്നില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. കർത്താവെ, അനേക ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത് പോലെ അല്ലാത്ത അനേകരായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവം ഈ വേലയിലാക്കിയിട്ടുണ്ട്. ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. അത് കർത്താവെ, ഞങ്ങളുടെ ഇടുങ്ങിയ ചിന്താഗതി കൊണ്ട് ഞങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതല്ല. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് വിശാലമാക്കണമേ. ഞങ്ങൾക്ക് മനസ്സിലാകാത്തതും ഞങ്ങളുടെ ചിന്താബോധത്തിൽ നിലനിൽക്കുന്നതിനപ്പുറമായിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾ വിധിക്കാതെ അങ്ങയുടെ സന്നിധി ബലമുള്ള കൈ കീഴിൽ താണിരിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിയോടുള്ള ബന്ധത്തിലുള്ള വരങ്ങൾ കർത്താവെ, അതിനുള്ളതായിരിക്കുന്ന വീര്യപ്രവൃത്തികൾ, ശുശ്രൂഷകൾ ഞങ്ങളെ ഭരമേൽപ്പിച്ച് വിശ്വസ്തയോടുകൂടെ അത് ചെയ്യുവാൻ ഗ്രഹവിചാരകന്മാരിൽ അങ്ങ് അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്നാണ് കർത്താവെ. ആ വിശ്വസ്തയോടെ അത് ചെയ്തു തീർക്കുവാൻ കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കണമേ, സഹായിക്കണമേ. അതിനായിട്ട് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹത്തോടെ ഞങ്ങളെ ബലത്തോടെ അയക്കണം. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഓക്കെ എന്നാ സ്തോത്രം. സ്തോത്രം.